ഏതെങ്കിലും ഒരു ഫിക്സ് ബാങ്കിൽ ചെറിയൊരു അക്കൗണ്ട്, പക്ഷേ $1 ബില്യൺ നെറ്റ് പ്രോഫിറ്റ് മതി. അത്രേ മതി. അതിൽ കൂടിയ അഹങ്കാരമാണ്. ഇതിനാണ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. നീ പൊളിക്കും. ഐ നോ മാൻ. ഹലോ ഗീസ് പറയും. സോ ഗീസ് വെൽക്കം ബാക്ക് ഒരു വീഡിയോ. സോ ഗീസ് ജോമോൻ്റെ സൂക്ഷിക്കുന്ന സിനിമ കണ്ടിന്യൂഷൻ ഗീസ് എനിക്ക് മനസ്സിലായി ഗീസ് ഞാനൊരു പാഴാണ് നോക്കി ഗീസ്. കാരണം വെച്ചാൽ വേറൊന്നുമല്ല ഗീസ്, ഇപ്പോൾ നമ്മളെല്ലാം ലൈഫ് ഫോളോ ചെയ്യുന്നല്ലേ ഗീസ്. അങ്ങനെ ഫോളോ ചെയ്ത് നിൽക്കുന്ന കാരണം വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ വരുന്ന ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്ന ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്ന ജോലിക്ക് പോകുന്നു, വീട്ടിൽ വരുന്ന ജോലിക്ക് പോകുന്നു. ദാറ്റ്സ് ഗെയിം ഓവർ എന്ന് അടുത്ത എൻ്റെ ഗെയിം ഓവർ ആവുന്നത് ഗീസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ജോലിക്ക് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞേക്കണം ഗീസ്. ജോലിക്ക് പോയാലും വിലക്ക് എണ്ണാമല്ലോ ഗീസ്. പിന്നെ ജോലിക്ക് പോകാത്ത കുറേ ടൈപ്സ് ലെജൻസ് ഉണ്ട്. ഓക്കെ, അമ്മേനെ അച്ഛനും വായിരിക്കണ കേൾക്കാൻ വേണ്ടി മാത്രം ജനിക്കുന്ന കുറേ ടൈപ്സ് ലെജൻസ് ഉണ്ട്. അവരൊക്കെ വേറെ യൂണിവേഴ്സാണ്. അവരൊന്നും ഇതിലോട്ട് എടുക്കുന്നേ ഇല്ല. ഓക്കെ ഗീസ്. സോ കാരണം വെച്ചാൽ നമ്മളിങ്ങനെ പറയാൻ കാരണം ഗീസ് ഇപ്പോൾ നമ്മളിപ്പോൾ നോർമൽ ആൾക്കാർ ജനിക്കുന്നതെന്ന് പറയുമ്പോൾ ആൾക്കാർ എന്തിന് വിചാരിക്കുന്നു പറഞ്ഞ് അവരങ്ങനെ അങ്ങ് പൊക്കി അങ്ങ് സ്വയം കുഴി മാന്തെങ്കിൽ ചാവുകയാണ്. ഓക്കെ ഗീസ്. ശരി. സോ ഗീസ് ഇപ്പോൾ ജോമൻ്റെ കേസിൽ തന്നെ പുള്ളിക്കാൻ നല്ല റിച്ചായിട്ട് ജനിച്ചതാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ഡൗൺ ആയാലും പുള്ളിക്കാരൻ ഇങ്ങനെ ഹൈറിലോട്ട് വരാനെന്ന് അറിയാടി മനസ്സിലായി. കാരണം പുള്ളിക്കാരൻ ഡാഡി നിന്ന് പുള്ളിക്കാരൻ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ ഡാഡി എല്ലാ പ്രശ്നം ഉണ്ടായിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ റിച്ച് ഫാമിലി ഉണ്ടാകുമ്പോൾ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും, അവരത് ഹാൻഡിൽ ചെയ്യും. മനസ്സിലായില്ലേ? സോ ഇപ്പോൾ നമ്മൾ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ബോയിലോട്ട് പോവുകയാണെങ്കിൽ അവർ ഡൗണിൽ തന്നെ ജനിച്ച ഒരാളെങ്കിൽ അവർ ഡൗണിൽ തന്നെ മരിക്കും. ഓക്കെ, കാരണം അവർക്ക് മറ്റുള്ളൊരു കാര്യം എന്ത് ചെയ്യണം, അവരെന്തിനാണ് വായി നോക്കാം, മറ്റേ തേങ്ങ വാങ്ങിയെന്ന് നടക്കുന്ന കുറേ ടൈപ്സ് ആൾക്കാരാണ് ഇവർ ഗൈസ്. ഓക്കെ, എന്താ ഇങ്ങനെ. ബട്ട് ദ റീസൺ ഈസ് റിച്ച് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഗൈസ്? ഈ റിച്ച് ടീംസിന് അവർ തന്നെ ഫോക്കസ് ആയിരിക്കും. അവർക്ക് എന്ത് പ്രശ്നമില്ല, അവർക്ക് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള ആൾക്കാർ നോക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഒരു ലോക്കൽ വയ്യാവിയിലേക്ക് ഉണ്ടാക്കി നമ്മൾ അങ്ങനെ നടക്കും. മനസ്സിലായില്ലേ? മറ്റവരൊക്കെ എന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് അവർ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഗൈസ് അവർ റിച്ചർ നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് വിളിക്കുന്നത് ഗൈസ്. ഗീസ് അപ്പോൾ തന്നെ നമുക്കൊരു മെൻറ്റാലിറ്റി വരും. കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല ഗീസ്. ഇപ്പം നമ്മുടെ ഡാഡിജി ഒരു നില വീട് വെച്ച് നോക്കും. അപ്പോൾ നമ്മൾ 2 നില വീട് വയ്ക്കും. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളാണ് ഈ പഞ്ചായത്ത് തന്നെ ഏറ്റവും വലിയ പണക്കാരെന്നൊരു ചിന്ത. ഒരു മണ്ണാൻ കെട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഗീസ് നമ്മൾ ജോമൻ്റെ കേസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു റിച്ച് ഡാഡി ഒരു കേസ് എടുക്കുക. പുള്ളിക്കാരൻ ഒരു ബിൽഡിംഗ് കിട്ടും. ഓക്കെ, പുള്ളിക്കാരൻ്റെ മകൻ ആ ഡബിൾ ബിൽഡിംഗ് അതേപോലെ തന്നെ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ലെവലൊന്നും ആലോചിക്കും, നമ്മൾ എന്തുമാത്രം താഴെ കിടക്കുന്ന ആൾക്കാരാണെന്ന് ആലോചിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ താഴെ കിടക്കാൻ കാരണം നമ്മൾ തന്നെയാണ്. ഓക്കെ, കാരണം വെച്ചാൽ അവർ റിസ്ക് എടുത്തു, നമ്മളിവിടെ റസ്ക് കഴിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, ദാറ്റ്സ് ദ റീസൺ ഗൈസ്. അപ്പോഴൊക്കെ സിനിമയെ കണ്ട് ഞാനിങ്ങനെ ആലോചിക്കും, അപ്പം നമ്മൾ ജീവിതമൊക്കെ എങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണ ഗൈസ്. അവിടെ ഗൈസ് റോട്ടിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കണമൊക്കെ ഗൈസ്. വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു ചിന്താഗതി തരും. ഓക്കെ, നമ്മൾ സേഫാണ്, നമ്മൾ പൊളിയാണെന്നൊരു ചിന്താഗതി. ഇപ്പോൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഗൈസ് നമുക്ക് മനസ്സിലാവും ഗൈസ് നമ്മളൊക്കെ മൂഞ്ചി തെറ്റി അടപ്പട്ടല്ല മൂഞ്ചി തെറ്റിയിരിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാവും ഗൈസ്. കാരണം പല ആൾക്കാരും കയറി പോകുന്നവരുണ്ട്, ബസ്സിൽ പോകുന്നവരുണ്ട്, നടരാജലിൽ പോകുന്നവരുണ്ട്, സ്കൂട്ടി പോകുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോഴും നമുക്ക് ചിന്താഗതി വേണം. ഓക്കെ, നമ്മളൊക്കെ എന്തുമാത്രം ലോയിലാണ് നിൽക്കുന്നത് മനസ്സിലായി. കുറേ ഡിഫറൻറ്റ് അവിടെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ ഗൈസ്, അപ്പോഴാണ് ഗൈസ് വേറെ കുറേ അവരതങ്ങൾ കാണാം. വേറെ വേറെ ഒന്നുമില്ല ഗൈസ്. ഈ ലക്ഷറി കാറുകൾ വരുമ്പോൾ കുറേ ടൈപ്സ് ഓഫ് ഈച്ചകൾ മീൻസ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് ചാക്കുകൾ അതിൽ ക്യാമറയും പിടിച്ചുകൊണ്ട് പോകണ കാണാം. മനസ്സിലായില്ലേ? ഈ അൺഎംപ്ലോയ്മെൻറ്റ് ചാക്കുകളായിരിക്കും ഗൈസ് നമ്മളൊക്കെ വന്നിട്ട് ഉപദേശിക്കാൻ പറഞ്ഞു ഗൈസ്. ഇങ്ങനെ കാണാൻ വേണ്ടി ഗൈസ് മനസ്സിലാക്കാൻ ഗൈസ് പൈസേൻ്റെ പവർ, മണീൻ്റെ പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ മിഡിൽ ക്ലാസ് പോയി ജനിച്ചാൽ നമുക്ക് ഈ പൈസേൻ്റെ ഒരു വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്ത ഒരു സാഹചര്യം ഉള്ളതാണ് മിക്ക ഫാമിലിയുള്ള ആൾക്കാർ. ഓക്കെ, ഇപ്പോൾ റിച്ചർ ഫാമിലി ജനിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവന് പൈസേൻ്റെ വാല്യൂ എന്താണ്, അവന് എന്ത് വാങ്ങാം. ഓക്കെ, പൈസ മാത്രം മതി എന്നുള്ള ചിന്താഗതി അവന് ഉണ്ടാക്കും. മനസ്സിലായി? ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെയാണ് ഗൈസ് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് ചാക്കിൻ്റെ ഒരു വേലി നമുക്ക് ഇവിടെ മനസ്സിലായി ഗൈസ്. അവന്മാർ വന്നിട്ട് ഓരോന്ന് വന്ന് കൊണടിക്കണതാണ്. ഓക്കെ, ഇവന്മാരായിരിക്കും മെജോറിറ്റി ടൈപ്സ് ആൾക്കാരായിരിക്കും മോട്ടിവേഷൻ്റെ കില്ലാടികൾസ്. ഓക്കെ, കാരണം എൻ്റെ കൂട്ടാൻ അങ്ങനെയുള്ള ഒരുത്തനുണ്ട് ഗൈസ്. സോ ഗൈസ് സീരിയസ്ലി ഗൈസ് വേറൊന്നുമല്ല ഗൈസ്, ഇവൻ വന്നിട്ട് ഉപദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ ഉപദേശം. ഒരാളെ നമ്മളിപ്പോൾ മിഡിൽ ക്ലാസ് ആയിട്ട് ജനിച്ചത് നമ്മളെ കുഴപ്പം കൊണ്ടല്ല, നമ്മൾ പക്ഷേ മിഡിൽ ക്ലാസ് ആയിട്ടാണ് മരിക്കുന്നെങ്കിൽ അത് നമ്മളെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നൊക്കെ ഡയലോഗ് അടിക്കും ഗൈസ്. ഇവൻ ഈ കൊണ എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ നിൽക്കും മാത്രം ഈ കൊണമുള്ളൂ. ഓക്കെ, പെണ്ണുങ്ങൾ പോയതിനു ശേഷം ഗൈസ് ഇവൻ്റെ ഒരു സ്വഭാവം കാണണം ഗൈസ്. ഇവനെ തന്നെ ഇഷ്ടമല്ലാത്ത കണക്കത്തെ ഒരു ഇതാണ് ഇവൻ പറഞ്ഞത്. ഭയങ്കര ഒരു സെൽഫ് ലവൊക്കെയാണ് ഈ പെണ്ണുങ്ങളൊക്കെ നിൽക്കാൻ സംസാരിക്കണം. മനസ്സിലായി? ഇവൻ്റെ ഒരു ചിന്താ പോകുന്ന വെച്ചാൽ വേറൊന്നുമില്ല ഗൈസ്. ഇപ്പോൾ ആഹാരം കഴിക്കാം, മൂത്രം ഒഴിക്കുക, കിടന്നുറങ്ങുക, അതേപോലെ റിപ്പീറ്റ്. ഡാഡിജിയൊക്കെ ഇവനെ പച്ചത്തറി കളിക്കും ഗൈസ്. എന്നെ വിളിക്കണമെന്ന് ഗൈസ് ഞാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. മേ ബി ഫ്യൂച്ചറിൽ വിളിക്കാതിരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് ഗൈസ്. ഓക്കെ, ഗൈസ് ഇതാണ് ഗൈസ് ഇൻ്റർനാഷണൽ കഴപ്പെന്നൊക്കെ പോലെ ആ കഴപ്പാണ് ഇവൻ. ഓക്കെ, ഇത് ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഈ ഒരു കഴപ്പുണ്ടാവണം. ഓക്കെ, ഈ ഒരു കഴപ്പിന് ഇവന് ധൈര്യം കൂടുതലാണ്. ഓക്കെ, എൻ്റെ പൊന്നിടാവേ നിനക്കത് വേണ്ടെങ്കിൽ നീ വെട്ടി കളട പട്ടി കിട്ടുക. എന്തിന് വെറുതെ ഇങ്ങനെ വെച്ചേക്കണം. ഓക്കെ, അത് കഴിച്ചിട്ട് അവൻ കൈയിരിക്കണം കണ്ടാൽ തന്നെ അറിയാം കഴപ്പത്തിന് കാണിച്ചാൽ അവൻ കൈ അങ്ങനെ ഇരിക്കണേ. ഓക്കെ, ഇവനൊക്കെ നെഞ്ചത്തോണ്ട് ബോംബിട്ട് കൊടുത്താൽ ഇവനൊക്കെ പഠിക്കും.
അതാണ് ഇവരുടെ റിയാലിറ്റി. ഓക്കെ, അവിടെ നിന്ന് കൈകൊണ്ട ചെറുക്കനല്ല, ആ ചെറുക്കനൊക്കെ ഇവൻ്റെ ഇത് കണ്ട് റൊമാൻറ്റിക് വേഷം കൈകൊള്ളണം. ഓക്കെ, ഇവനൊക്കെ നാളെ ആ ചെറുക്കനൊക്കെ നാളെ ഇവൻ്റെ ഇത് കണ്ട് കുറച്ചും കൂടെ വലിയ ഡോസൊക്കെ ഇട്ട് പരീക്ഷിക്കാൻ നോക്കും. ഓക്കെ, അവസാനം ചെറുക്കനൊക്കെ ചത്തു പോടാ. നീക്ക് ഇങ്ങനെ കാണിക്കാൻ മറ്റുള്ളവരും കണ്ട് അത് ഇൻഫ്ലുവൻസ് ആയോ വേണ്ട പൊന്നിടെ. ഇവനൊക്കെ ആര് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും എനിക്കല്ല കേസ്, മനസ്സിലായില്ലേ? ഇവനെ കാണുമ്പോൾ കേസ് എന്നെ സംബന്ധിച്ച് കേസ് ഞാനൊക്കെ എന്തുമാത്രം ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് ചിന്താവത്, മനസ്സിലായില്ലേ? പിന്നെ ഇവൻ്റെയൊക്കെ നാട്ടിൽ പോയി തന്നെ കേസ് നമുക്ക് മനസ്സിലാകും കേസ് ഇവന്മാരെ റേഞ്ച് എന്താണ്. നോക്കി ഇവന്മാർ ക്രിഞ്ച് എന്ന് വെച്ചാൽ ഇജ്ജത് ക്രിഞ്ച് വേറെ ഒന്നുമില്ല. ക്രിഞ്ച് എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ വീടായിട്ട് നടക്കുന്ന കുറേ ടൈപ്സ് ആൾക്കാർ. നോക്കി നമ്മളൊക്കെ അവിടെ ചെന്ന് നമ്മൾ കഞ്ചാവ് അടിക്കണം കേസ്, നമ്മൾ താനെ കഞ്ചാവ് അടിച്ച് വേറെ ഏതോ യൂണിവേഴ്സിൽ പാറി പറക്കുന്ന പോലെ ചിന്താഗതി നമുക്ക് ഉണ്ടാവും, മനസ്സിലായില്ലേ? ആ ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ കേസ്, നോളജും ഇല്ല, അറിവില്ല, ഒരു കോപ്പും ഇല്ല കേസ്. ഇവർക്ക് അങ്ങനെ നടക്കുന്ന കുറേ ടൈപ്സ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോഴാണ് കേസ് എനിക്ക് മനസ്സിലാക്കി കേസ് ഞാനൊക്കെ എന്തുമാത്രം ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഗൈസ് ഇത് ഇൻ്റർനാഷണൽ കഴപ്പൊന്നുമല്ല, ഇത് യൂണിവേഴ്സൽ കഴപ്പെന്നൊക്കെ പറയേണ്ട ഒരു കഴപ്പാണ് ഗൈസ്. ഓക്കെ, ഇവൻ്റെ സാധനമൊക്കെ വെട്ടിയെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് പട്ടിക്ക് ഇട്ട് കൊടുക്കണം, ഇഞ്ചി പരിപാടി ഈ മനസ്സിലായി. എന്നാലും ഇവൻ്റെ ഈ കഴപ്പത്തിൻ്റെ ഈ എന്തോന്നടാ ആ പെങ്കൊച്ചായിട്ട് അത് തിരിഞ്ഞ് കണ്ടിരുന്നെന്ന് ആലോചിച്ചാണ് ഗൈസ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കഴപ്പന്മാരാണ് ഈ ആമ്പുഴയുടെ വില കളയാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന ജന്മങ്ങൾ. ഓക്കെ, നമ്മളെയൊക്കെ സംബന്ധിച്ച് അടുത്ത് നിൽക്കാൻ പോലും മിണ്ടാൻ പോലും നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോഴാണ് കേസ് ഇവൻ ഇവിടെ അവൻ്റെ ഉറപ്പ് കൊണ്ട് അവർ തീർത്തോട്ടം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, എൻ്റെ പൊന്നിടവ് എങ്ങനെ സാധിക്കുന്ന ഇതൊക്കെ കേസ് ഇതിവിടെ കാണിക്കാൻ വരുന്നില്ല കേസ്. അൺഎംപ്ലോയ്മെൻറ്റ് അടുത്ത് പീക്ക് എന്ന് പറയില്ല കേസ്, അത് ഇതിനാണ് കേസ്, വേറൊന്നുമില്ല കേസ്. ഇപ്പം ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ തെണ്ടിപ്പറക്കി കിടക്കുന്ന ടീംസാണ് കേസ് ഇങ്ങനെ കാണിക്കുന്നത്, തെണ്ടിത്തരം കാണിക്കുന്ന ഇങ്ങനെ ടൈപ്സ് ആൾക്കാരാണ്. ഓക്കെ, ഡി എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കണം. ഓക്കെ, സോ നമ്മളിപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു റേഷ്യോ നോക്കുന്നതിന് കേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ കഴപ്പത്തം കാണിച്ചിരുന്നാൽ പിന്നെ എങ്ങനെ കൂടാതിരിക്കും. ഗൈസ് ഇവന്മാരെ പോലുള്ള തെണ്ടികളെ കാണുമ്പോൾ ഗൈസ് എൻ്റെ ഒരു റെസ്പെക്ട് വാല്യൂ എനിക്ക് മനസ്സിലാക്കുന്നു. ഓക്കെ, ഞാൻ എന്തുമാത്രം ഹൈയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ബട്ട് ഗൈസ് ഒരു ഹയർ ലെവൽ നോക്കുമ്പോൾ, ഇപ്പോൾ റിച്ച് ലെവൽ നോക്കുമ്പോൾ ഗൈസ് ഞാൻ എന്നെ സംബന്ധിച്ച് ഗൈസ് ഞാൻ നല്ല ലോയിലാണ് ഇതാക്കി ഇതുണ്ടാവും ഗൈസ്. അപ്പോഴും ഗൈസ് നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പൈസ എല്ലാം എന്നുള്ള ചിന്താഗതി ഉണ്ടാവണം. പൈസ എല്ലാം ചിന്താഗതി ഉണ്ടാവണം. കാരണം വെച്ചാൽ വേറെ ഗൈസ് ഇപ്പോൾ ഒരു റിയൽ ലവ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് പൈസ കൊണ്ട് നേടാൻ കഴിയില്ല. ഓക്കെ, റിയൽ ലവ് നമ്മൾ ആപത്ത് സമയത്ത് നമ്മളോട് ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരാണ് ഗീസ് നമ്മളെ റിയൽ ലവേഴ്സ്. അപ്പോൾ നമ്മൾ ലവ് പൈസ കൊടുത്ത് നേടാൻ പറ്റൂല എന്ന് ചോദിച്ചാൽ പറ്റൊക്കെ ചെയ്യും ഗീസ്. ബട്ട് അത് ഫേക്ക് ലവ് ആണെന്നുള്ളൂ. നമ്മൾ പൈസ തീരുന്തോറും അതിൻ്റെ വേലി കുറയുടെ മനസ്സിലായി. ഒരു ആത്മാ സ്നേഹമൊക്കെ നമ്മൾ കൈ കൊള്ളണമെങ്കിൽ അതിന് പൈസ മാത്രം പോരട്ടെ, അവരൊരു മനസ്സും കൂടെ നമ്മളെ കയ്യിൽ വേണം. അതൊരു കാര്യമുണ്ട് ഗൈസ്. കാരണം പൈസ പോയാലും അവർ നമ്മളെ വിട്ടു പോകില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇപ്പോൾ മെജോറിറ്റി ഓഫ് ആൾക്കാരും ഇങ്ങനെ പൈസ കൊണ്ട് എല്ലാം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ചിന്താഗതികളുണ്ട്. ഇവിടെ പൈസ കൊണ്ട് 99% പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയും, അതൊരു റിയാലിറ്റി ആണ്. ഓക്കെ, ബട്ട് ഞാനൊരു ടാസ്ക് അറിയാം, വേറെ ഒന്നുമില്ല ഗൈസ്. ഇപ്പം നമ്മൾ ഫാമിലിയോട് നിന്ന്, ഓക്കെ, നമ്മൾ ഇതുവരെയായിട്ട് ചെയ്ത, നമ്മൾ ജനിച്ചിട്ട് ഇതുവരെയായിട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ആ TV-യിൽ ഫാമിലിയോട് നിന്ന് നമ്മൾ കാണണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കാണുമോ? പൈസ കാണുമ്പോൾ എന്ന് ചോദിച്ചാൽ കാണുമോ? ഇല്ല, നിങ്ങൾ കാണില്ല, സത്യമാണ്. മനസ്സിലായി, എത്ര പൈസ ഇടാന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണില്ല. ഓക്കെ, അങ്ങനെ ഒരു ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, കാരണം നിങ്ങൾ അത്രയ്ക്കും വാണത്തരങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, നിങ്ങളെ പലരുടെയും നല്ല സ്വഭാവങ്ങൾ അവിടെ അടിഞ്ഞു വീഴും. ഓക്കെ, അത് റിയാലിറ്റിയാണ് ഗൈസ്. ഓക്കെ, സോ പൈസ കൊണ്ട് എല്ലാം വാങ്ങാൻ കഴിയുന്നു എന്ന് പറയുന്ന കുറേ ടൈപ്സ് ആൾക്കാർ നമ്മൾ ഇതേപോലത്തെ ടാസ്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടാൽ അവർ പെട്ടുപോകും, മനസ്സിലായില്ലേ? ബട്ട് ഗൈസ് നമ്മളിപ്പോൾ ഈ ലോകം തന്നെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യണത് എന്തുകൊണ്ടാണ്? പൈസ എന്നുള്ള ഒരു പേപ്പർ കൊണ്ട് തന്നെയാണ് നമ്മളെ ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങുന്നു. ഓക്കെ, അത് ഒരു ദിവസം നിന്ന് പോയാൽ എല്ലാം ഡിബ എന്ന് പറഞ്ഞ് തറയിൽ വീഴും. ഓക്കെ, അതൊരു റിയാലിറ്റി ആണ്. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലിയെങ്കിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വീട്ടിലിരുന്ന് ഞാൻ വലിയ കോടീശ്വരൻ ആവാനേ പ്രയത്നിക്കുള്ളൂ പറഞ്ഞ് വീട്ടിലിരുന്ന് മുഴുത്തു പോവേ ഉള്ളൂ, മനസ്സിലല്ലേ? സോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോഴേ ചെയ്ത് കുറച്ചെങ്കിലും സെറ്റിലാവാൻ ശ്രമിക്കുക, കുറച്ചെങ്കിലും സെറ്റിലായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അല്ലാണ്ട് ഇപ്പം നിങ്ങൾ ഡാഡിജീനെ പറയും, എൻ്റെ ഡാഡിജി എനിക്കൊന്നും ഉണ്ടാക്കി തന്നില്ല നിങ്ങൾ മനസ്സിലെങ്കിലും പറയും. നാളെ നിൻ്റെയൊക്കെ മകൻ വന്നിട്ട് പറയും എൻ്റെ തന്ത ഒന്നും ഉണ്ടാക്കിയില്ല, എൻ്റെ തന്തയ്ക്ക് കഴപ്പ് കാരണം തന്ത ഇങ്ങനെ നടന്നു. ഇപ്പം ഞാൻ കിടന്ന് അനുഭവിക്കുന്നത് നിൻ്റെ മോനൊക്കെ നാളെ വന്ന് പച്ചയ്ക്കൊന്ന് പറയും. അത് കേൾക്കണോ? സോ അങ്ങനെ കേൾക്കാതിരിക്കാൻ വരുത്താതിരിക്കുക. ഓക്കെ, സോ പിന്നെ വേറെ കറക്റ്റ് ലേജൻസ് ഉണ്ട്. ഇത് കേട്ടിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു കറക്റ്റ് ടൈപ്സ് ലേജൻസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ പിന്നെ ആരും ചോദിക്കാൻ പറ്റില്ല, ഒരു പട്ടിയും ചോദിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റും, പുറത്തിടന്നാൽ ആരും തിരക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. സോ ഗൈസ് ബി കെയർഫുൾ. എന്ത് കാര്യമുണ്ടെങ്കിൽ നല്ല ചിന്തിക്കുക, അത് തെറ്റേ ശരിയെ നല്ല മനസ്സിലാക്കിയിട്ട് മാത്രം അതിലോട്ട് മൂവ് ഓൺ ആവാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഗൈസ് അല്ലുമ്പേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, പ്ലീസ് ഗൈസ്. ഓക്കെ ഗൈസ്, പ്ലീസ്. ഓക്കെ, സോ ഗൈസ് ലവ് യു, ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്. മറ്റൊരു വീഡിയോ വരെ കാണാം. അതൊരിക്കും ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു.